നമസ്കാരം. പട്ടാമ്പി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും മുഹമ്മദ് മുഹസിനെ വെട്ടി CPI ജില്ലാ നേതൃത്വം. CPI പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി മുഹസിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതിന് വിരുദ്ധമായ നിലപാടാണ് ജില്ലാ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ മികച്ച നിയമസഭാ സാമാജികനുള്ള മഹാത്മാ പുരസ്കാർ 2026 അവാർഡ് നേടിയ MLA കൂടിയാണ് മുഹമ്മദ് മുഹസിൻ. 2016 പട്ടാമ്പിയിൽ നിന്നും ആദ്യമായി മുഹമ്മദ് മുഹസിനെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്നത്തെ സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായിരുന്നു മുഹമ്മദ് മുഹസിൻ. 2021 തെരഞ്ഞെടുപ്പിലും സഭയിലെത്തി. മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം OK സൈതലവി, AIYF സംസ്ഥാന പ്രസിഡന്റ് K ഷാജഹാൻ എന്നിവരാണ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. സംസ്ഥാന കമ്മിറ്റി യോഗം അന്തിമ തീരുമാനമെടുക്കും. അതേസമയം നിലവിലെ MLA ആയ മുഹസിനും CPI നേതൃത്വവും തമ്മിൽ അസ്വാരസ്യം നിലനിൽക്കുകയാണ്. എന്നാൽ മുഹസിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് CPM നിലപാടുണ്ട്. മുഹസിന് മൂന്നാം വട്ടവും അവസരം നൽകുന്നതിൽ CPIക്കുള്ളിൽ ഭിന്നതയുണ്ട്. MLA പാർട്ടിക്ക് വിധേയനല്ല എന്നാണ് ജില്ലാ ഘടകത്തിന്റെ വിമർശനം. പാർട്ടി പരിപാടികൾ പങ്കെടുക്കുന്നില്ലെന്നും CPMനോട് മാത്രമാണ് മമതയെന്നും അംഗങ്ങൾ തുറന്നടിച്ചു. സംഘടനയുമായി കൂടിയാലോചനയില്ല തുടങ്ങിയ വിമർശനങ്ങളും MLAക്ക് നേരെയുണ്ട്. അതേസമയം മണ്ണാർക്കാട് ഒന്നിലേറെ പേരുകൾ പരിഗണനയിലുണ്ട്. പൊതു സ്വതന്ത്രനായി മൻസിൽ ബക്കറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് CPI നീക്കം. ജില്ലാ നേതാവ് പൊറ്റശ്ശേരി മണികണ്ഠനെയും ജില്ലാ പഞ്ചായത്ത് അംഗം VM ലത്തീഫിനെയും മണ്ഡലം കമ്മിറ്റികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ തീരുമാനത്തിലും എതിർപ്പുകൾ ശക്തമാണ്. തൃശൂർ ജില്ലയിലെ CPI സ്ഥാനാർത്ഥികൾ 6 എണ്ണത്തിലും ഏകദേശ ധാരണയായിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ KG ശിവാനന്ദൻ, കയ്പമംഗലത്ത് KK വത്സരാജ്, നാട്ടികയിൽ CC മുകുന്ദൻ, ഒല്ലൂരിൽ K രാജൻ എന്നിവരാണ് മത്സരിക്കുക. തൃശൂരിൽ സാറാമ റോബ്സൺ, ഷീല വിജയകുമാർ എന്നിവരും പരിഗണനയിലുണ്ട്. പട്ടാമ്പി മണ്ഡലത്തിൽ നിലവിലെ MLA മുഹമ്മദ് മുഹസിനെ ഒഴിവാക്കാനുള്ള CPI ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. മികച്ച നിയമസഭാ സാമാജികനുള്ള പുരസ്കാരം നേടിയ വ്യക്തിയായിട്ടും പാർട്ടി സംഘടനയുമായുള്ള അകൽച്ചയും കീഴ്ഘടകങ്ങളുടെ അതൃപ്തിയുമാണ് മുഹസിന് തിരിച്ചടിയായത്. പന്ന്യൻ രവീന്ദ്രനെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ പേര് പട്ടികയിലേക്ക് വന്നതോടെ പട്ടാമ്പിയിലെ പോരാട്ടം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. CPIക്കുള്ളിൽ മുഹസിനെതിരെ കടുത്ത വിമർശനം ഉയരുമ്പോഴും CPM അദ്ദേഹത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുമുന്നണിക്കുള്ളിലെ വരും ദിവസങ്ങളെ ചർച്ചകളെ സ്വാധീനിക്കും. പാർട്ടി അച്ചടക്കവും വിധേയത്വവും ഉയർത്തിക്കാട്ടുന്ന ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. മൂന്നാം തവണയും മുഹസിന് അവസരം നൽകുന്നതിലെ സാങ്കേതിക തടസ്സങ്ങളും പാർട്ടി വിരുദ്ധ നിലപാടുകളും വലിയൊരു വിഭാഗം പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. മണ്ണാർക്കാട് മണ്ഡലത്തിലും സ്ഥാനാർത്ഥി നിർണയം അത്ര സുഗമമല്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പൊതു സ്വതന്ത്രനായി മൻസിൽ ബക്കറിനെ പരിഗണിക്കുന്നതിനെതിരെ പ്രാദേശിക ഘടകങ്ങളിൽ നിന്നും പ്രതിഷേധമുണ്ട്. സ്വന്തം പാർട്ടി നേതാക്കളായ പൊറ്റശ്ശേരി മണികണ്ഠനെയും VM ലത്തീഫിനെയും തഴഞ്ഞ് പുറത്തുനിന്നൊരാളെ കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും പ്രവർത്തകർക്കിടയിലുണ്ട്. ജില്ലയിലെ 2 പ്രധാന മണ്ഡലങ്ങളിലും നിലനിൽക്കുന്ന ഈ തർക്കങ്ങൾ പരിഹരിക്കുന്നത് CPI നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ്.